സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമ അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ഗുരുപരമ്പരയുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അനന്തപുരി കൾച്ചർ ചാരിറ്റബിൾ തിയേറ്റേഴ്സിൻ്റെ ഈ ഉന്നമനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രവൃത്തി ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കർമ്മമാണ്. കാരണം ഇന്നത്തെ നമ്മുടെ സൊസൈറ്റി ഫാസ്റ്റായിട്ട് പോകുന്ന ഈ കാലഘട്ടത്തിൽ അർഹതപ്പെട്ടവർ പിന്നോക്കം പോവുകയും അനർഹർ മുന്നോട്ട് വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ സമൂഹത്തിലെ അർഹതപ്പെട്ടവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇതേപോലുള്ള ചെറിയ ചെറിയ അവാർഡുകൾ, ചെറിയ എന്ന് പറഞ്ഞാൽ വലിയ അവാർഡാണ്. അപ്പോൾ ആ അവാർഡുകൾ കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന ഈ ഒരു സംരംഭം വളരെ ഹൃദയമായ സന്തോഷവും ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശംസകൾ ആദ്യമായി അറിയിക്കുന്നു. രണ്ടാമത് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയ സാഗരം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ, അതും നമ്മുടെ വീട്ടിൽ ഇതിന് ചോദിക്കണം. ഒരു രാജാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിൽ അതിൻ്റെ എളിമ, ആ സംസ്കാരം ഒക്കെ നമ്മൾക്ക് നമ്മുടെ മുന്നിൽ എത്രയോ ലളിതമായിട്ട് നമ്മൾ പല രാജാക്കന്മാരെയും കണ്ടതാണ് ഈ ഇത്രയും കാലഘട്ടങ്ങളിൽ. നമ്മുടെ രാജാക്കന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരൊന്നും ഇല്ലാത്ത ഒരു പോസിറ്റീവ് വൈബ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ആ കരത്തിൽ നിന്നും നമുക്ക് ഒരു സമ്മാനം അല്ലെങ്കിൽ അവാർഡ് വാങ്ങാൻ ഭാഗ്യമുണ്ടായത് എൻ്റെ ഗുരുപരമ്പരയും ദേവിയെയും ഞാൻ ആദ്യമായി സ്മരിക്കുന്നു. അതിലുപരി നമ്മുടെ ഈ കൊല്ലം ഞങ്ങൾ ഒരുപാട് വർഷത്തെ ബന്ധം ഉണ്ട്. പല പല യാഗങ്ങൾക്കും അദ്ദേഹം വരാറുണ്ട്. പല പല പോരായ്മകളുണ്ടെങ്കിൽ ആ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം ഇങ്ങനെ ഒരു പരിപാടി എന്നോട് പറയുകയും ഇങ്ങനെ നിങ്ങളെ ഇതിനു വേണ്ടി തെരഞ്ഞെടുത്തിട്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായി. ഈ വർഷവും നമ്മൾക്ക് അത് വാങ്ങാൻ ഭാഗ്യം എത്തിച്ചു. അതുകൊണ്ട് കൊല്ലം ദിവസത്തേക്കും ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, അതിലുപരി ഈ വൈകിയ വേളയിലും ഇന്ന് സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു 10 പേര് കൂടാന്ന് പറഞ്ഞത് വളരെ അത്ഭുതകരമായ കാഴ്ചയാണ്. കുറേ ആൾക്കാർ മൊബൈലിലും TV-യിലും സീരിയലുകളിലൊക്കെ ഒഴുകിയിരിക്കുന്ന നമ്മുടെ ഈ സൊസൈറ്റി എന്തായാലും കുറച്ചു നേരം മനസ്സ് സന്തോഷമാവാൻ വേണ്ടി കഴിയുന്ന ഈ കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കാന്ന് പറയും. അപ്പോൾ നാടകം ഒരു ദേശത്തിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെയും നമ്മളുടെ മനസ്സിലുള്ള ആ പ്രതികാരങ്ങളെയും അഭിപ്രായങ്ങളെയും തുറന്നു കാണിക്കുന്ന ഒരു വേദിയാണ് നാടകങ്ങൾ. പണ്ടുകാലത്തൊക്കെ നാടകങ്ങളിലൂടെയാണ് പരിഹരിച്ചിരുന്നത്. ഇന്നിപ്പോൾ നാടകം കാണാൻ ആളില്ലാത്ത അവസ്ഥ വന്നു. കാരണം ഇന്ന് മൊബൈലുകൾ തോണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ ന്യൂ ജനറേഷൻ. ഇപ്പോൾ ഇത് നോക്കിയാൽ ന്യൂ ജനറേഷൻ കാണാൻ പറ്റില്ല. ഒരു 60 എബോവ് ആണ് കൂടുതൽ ഉണ്ടാവുക, 60 എബോവ് മെമ്പേഴ്സ്. കാരണം എന്താ, അവർക്ക് സമയമില്ല. അപ്പോൾ ആ ഇല്ലാത്ത സമയത്ത് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ നമ്മുടെ പ്രേക്ഷകർക്ക് ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. അതിലുപരി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നേരത്തെ ക്രിസ്ത്യാനി പറഞ്ഞ ലോകാസമസ്ത സുഖനോ ഭവതു എന്ന് മന്ത്രമൊന്നും മാറ്റേണ്ട അവസ്ഥ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ലോകാസമസ്ത സുഖനോ ഭവതു എന്ന് പറയാൻ നമ്മൾക്ക് ഭാരതീയർക്ക് മാത്രമേ സാധ്യമാവൂ എന്നുള്ളതാണ്. മറ്റൊരു വിഭാഗത്തിന് സാധ്യമല്ല. ലോകത്തിലെ സകല ജനാചാര്യങ്ങളും സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ, സൗഭാഗ്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഐശ്വര്യ ലക്ഷ്മി കടാക്ഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ ലോകത്ത് പ്രാർത്ഥിക്കാൻ ഒരു വിഭാഗമുണ്ടോ, അത് ഭാരതീയർ മാത്രമാണ്. മറ്റുള്ളൊരു രാജ്യങ്ങൾക്കും സാധ്യമല്ല എന്നുള്ളത് നമ്മൾ ഇത്ര കാലം കണ്ടു, ഈ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ നാളെയും ഈ ലോകാസമസ്ത സുഖനോ ഭവതു എന്ന് പറയുന്ന മന്ത്രം എല്ലാവരുടെയും മനസ്സുകളിൽ തട്ടിക്കളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി.